ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സീസണിലെ IPL മത്സരങ്ങൾ വളരെ ആവേശകരമായി മുന്നോട്ടു പോകുമ്പോഴും മലയാളികളായ നമ്മെ സംബന്ധിച്ച് ഏറെ നിരാശകൾ നൽകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സീസണിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഇടം നേടിയ മലയാളി യുവതാരം വിഘ്നേഷ് പുത്തൂരിന് ഇനിയുള്ള മത്സരങ്ങളിൽ അവസരം കിട്ടുമോ എന്ന സംശയത്തിലാണ് ആരാധകർ. ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള മത്സരം കഴിഞ്ഞതോടെ ടീമിലേക്കുള്ള താരത്തിന്റെ വഴിയടഞ്ഞിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനമാണ് വിഘ്നേഷിന്റെ അവസരം നഷ്ടമാകാൻ കാരണമാകുന്നതെന്ന് പറയേണ്ടി വരും. മുമ്പത്തെ മത്സരങ്ങളിൽ വിഘ്നേഷിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ അവഗണിച്ചതിന്റെ പേരിൽ നായകൻ ഹാർദിക് പാണ്ഡ്യ ഏറെ വിമർശനങ്ങളും നേരിട്ടിരുന്നു. എന്നാൽ DCക്കെതിരെ വിഘ്നേഷ് ഇമ്പാക്ട് സബ്ബായി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. പകരം വെറ്ററൻ സ്പിന്നറായ കരുൺ ശർമ്മയാണ് ടീമിലേക്ക് അവർ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ നീക്കം ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. ഉയർന്ന റൺ ചേസ് മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 12 റൺസിന് മുംബൈ ഇന്ത്യൻസ് വീഴ്ത്തിയപ്പോൾ കളിയിലെ താരമായത് കരുൺ ശർമ്മയാണ്. വിഘ്നേഷ് പുത്തൂരിനെ ഒഴിവാക്കിയാണ് 37കാരനായ കരുൺ ശർമ്മയെ മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ ഈ മത്സരത്തിൽ കളിപ്പിച്ചത്. മാച്ച് വിന്നിംഗ് സ്പെല്ലുമായി കരുൺ ശർമ്മ ഇത് ശരിക്കും മുതലാക്കുകയും ചെയ്തിരുന്നു. 4 ഓവറിൽ 36 റൺസ് വിട്ടുകൊടുത്ത് 3 പ്രധാന വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. ടീമിലെ മറ്റൊരു സ്പിന്നറായ മിച്ചൽ സാന്റ്നറുടെ സാന്നിധ്യവും ടീമിന് വളരെ വിലപ്പെട്ടതാകുന്നു. ഇതോടെ ഇനിയുള്ള മത്സരങ്ങളിലും ഫസ്റ്റ് ചോയ്സ് സ്പിന്നറായി കരുൺ ശർമ്മയ്ക്ക് തന്നെ നറുക്ക് വീഴുമെന്ന് ഉറപ്പാണ്. നല്ലൊരു ബാറ്റിംഗ് പ്രകടനവും സാധിക്കുമെന്നതിനാൽ സാന്റ്നറിനെ മുംബൈ ഒഴിവാക്കാനും സാധ്യതയില്ല. അങ്ങനെ വന്നാൽ വിഘ്നേഷിന് ഇനി സ്ഥിരം വാട്ടർ ബോയുടെ റോളായിരിക്കും. മുംബൈക്ക് വേണ്ടി ഈ സീസണിൽ 4 മത്സരങ്ങളിലാണ് വിഘ്നേഷിന് കളിക്കാൻ അവസരം ലഭിച്ചത്. 8.54 ഇക്കോണമി റേറ്റിൽ 6 വിക്കറ്റുകളും അദ്ദേഹം വീഴ്ത്തി. ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റുകളുമായി ഈ മലയാളി താരം തന്റെ കഴിവ് തെളിയിച്ചിരുന്നു. ആ മത്സരത്തിൽ മുംബൈയെ നയിച്ച സൂര്യകുമാർ യാദവ് വളരെ നന്നായി വിഘ്നേഷിനെ ഉപയോഗിക്കുകയും 4 ഓവർ കോട്ട പൂർത്തിയാക്കാൻ അവസരം നൽകുകയും ചെയ്തു. എന്നാൽ സൂര്യയ്ക്ക് പകരം 2ാം മത്സരം മുതൽ സ്ഥിരം ക്യാപ്റ്റനായി ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയതോടെ വിഘ്നേഷിന് അർഹിച്ച അവസരം നൽകാൻ മുംബൈ നായകൻ തയ്യാറായില്ല. 3ാം റൗണ്ടിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ താരം തിരിച്ചു വിളിക്കപ്പെട്ടു. 1 വിക്കറ്റ് നേടിയിട്ടും 2 ഓവർ മാത്രമേ വിഘ്നേഷിനെ കൊണ്ട് ഹാർദിക് ബൗൾ ചെയ്യിപ്പിച്ചുള്ളൂ. ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള അടുത്ത കളിയിലും മലയാളി താരം 1 വിക്കറ്റ് എടുത്തു. പക്ഷേ വിഘ്നേഷിനെ വേണ്ട രീതിയിൽ ഹാർദിക് ഉപയോഗിച്ചില്ല. നന്നായി പന്തെറിഞ്ഞിട്ടും താരത്തിന് തുടർച്ചയായി ഓവർ നൽകാതെ വ്യത്യസ്ത ഘട്ടങ്ങളിലാണ് പന്തെറിയിച്ചിരുന്നത്. അതിനുശേഷം RCBക്കെതിരെയും വിഘ്നേഷിനെ തഴയുന്ന സമീപനമാണ് ഹാർദിക് സ്വീകരിച്ചത്. 1 ഓവർ മാത്രമാണ് അദ്ദേഹത്തെ കൊണ്ട് പന്തെറിയിച്ചിരുന്നത്. 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത വിഘ്നേഷിന് വീണ്ടും ഓവർ നൽകാൻ ഹാർദിക് തയ്യാറായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ DCക്കെതിരെ വിഘ്നേഷിന്റെ പേര് വെട്ടി കരുണിനെ കൊണ്ടുവന്നത്. ഇനി ഈ സീസണിൽ വിഘ്നേഷിന് അവസരം കിട്ടുമോ എന്ന കാര്യത്തിൽ ഏറെ നിരാശയാണ് നമുക്ക് നൽകുന്നത്. ഇനിയുള്ള മത്സരങ്ങളിലും വിഘ്നേഷിന് അവസരം കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.